ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലഡ്ഡു തയ്യാറാക്കുന്നതിനെ പറ്റിയാണ്. നാളെ വിനായക ചതുർത്ഥിയല്ലേ, ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് ലഡ്ഡു എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഇതിലേക്ക് ആദ്യം വേണ്ടത് 1/4 കപ്പ് ആൽമണ്ട്സ്, 1/4 കപ്പ് കാഷ്യൂനട്ട്, പിന്നെ ഒരു പിടി പൊരിക്കടല, 3-4 ഏലക്ക. ഇതെല്ലാം കൂടെ തെരുതെരുപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് 1 കപ്പ് അരിപ്പൊടി, അതിലേക്ക് 3-4 സ്പൂൺ പാൽപ്പൊടി, പിന്നെ പൊടിച്ച് വെച്ച മിക്സും കൂടെ ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഒരു 150 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഇതിൽ മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം 1/4 കപ്പ് പാൽ, അതിലേക്ക് ഞാൻ ഫുഡ് കളർ കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് 1/4 കപ്പ് പാലാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ശർക്കര പൊടിയോ പഞ്ചസാര പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലഡ്ഡു ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുക്ക് ചെയ്യാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർക്കാം. 1 കപ്പ് അരിപ്പൊടി, കാഷ്യൂനട്ട്, ബദാം, പൊരിക്കടല, ഏലക്ക, പിന്നെ മിൽക്ക് മെയ്ഡ്. ലഡുവിൻ്റെ പുറത്ത് ഓരോ തുള്ളിയായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ.